തിരുവനന്തപുരത്തിന് പുറമെ കാസർഗോഡും കോളറ. ജില്ലയിൽ 3 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. 2 തമിഴ്നാട് സ്വദേശികൾക്കും ഒരു കാസർഗോഡ് സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് പി കെ ചേരുന്നു. സരീഷ്, കാസർഗോഡും കോളറ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്നും ആരോഗ്യ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം? നമുക്ക് ലക്ഷ്മി, കാസർഗോഡ് നടത്തിയ സാമ്പിൾ പരിശോധനയിൽ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 കാസർഗോഡ് സ്വദേശിക്കും 2 തമിഴ്നാട് സ്വദേശികൾക്കുമാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, കാസർഗോഡ് ജില്ലയ്ക്ക് അപ്പുറത്തു നിന്നാണ് ഇവർക്ക് രോഗം ബാധിച്ചിട്ടുള്ളത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പുള്ളത്. കാരണം 2 തമിഴ്നാട് സ്വദേശികൾ അവർ തമിഴ്നാട്ടിൽ അവധിക്ക് ശേഷം, അതായത് കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവർ അവധിക്കായി നാട്ടിൽ പോയിരുന്നു. നാട്ടിൽ പോയി മടങ്ങിയെത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ഇവർക്ക് 2 പേർക്കും ഇപ്പോൾ കോളറയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഈ രോഗം ബാധിച്ചിരിക്കുന്ന കാസർഗോഡ് സ്വദേശിയും കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അത് മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഇയാൾക്കും രോഗലക്ഷണങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് നിന്നപ്പുറത്തേക്ക് തമിഴ്നാട്ടിലെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാവാം ഈ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയ ഇവരുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ആരോഗ്യ വകുപ്പ്. പക്ഷെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം മറ്റ് സാഹചര്യങ്ങൾ കൂടി ഇവരുടെ വീട്, ഒപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങൾ കൂടി കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഇവർ താമസിക്കുന്ന മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അതോടൊപ്പം തന്നെ പരിശോധനകൾ നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവലോകന യോഗം ചേരും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന അനുസരിച്ച് 3 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നു. 2 തമിഴ്നാട് സ്വദേശികളും ഒരു കാസർഗോഡ് സ്വദേശിക്കുമാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലും കോളറ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്ന് സരീഷ് പി കെ.